പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ എന്തുവാണ് ഞാൻ പറയാം, ഒരു ദിവസം സ്കൂളിൽ പോയി ഇപ്പം ഇതങ്ങ് പഠിക്കുന്നു. അപ്പം സോറി. അപ്പം ഞാൻ സ്കൂൾ ഇറങ്ങി ഞാൻ ഹാഫ് ഹെൽത്ത് എന്തോ കാരണം കൊണ്ട് ഈ 100 എൻ്റെ പുറകെ എന്തോ എൻ്റെ ഡോഗ് കണ്ണ് രക്ഷിച്ച് കണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ദ നേച്ചർ ടിച്ചക്ക ടിച്ചക്ക ടു നേച്ചർ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഗോളി ഒരു വില്ലേജ് കണ്ടുപിടിക്കാനാണ്. നോക്കാൻ പറ്റുമെങ്കിൽ പറ്റുമോ ഈ കൊതുക് എന്തെങ്കിലും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ അഡ്വഞ്ചർ മുന്നോട്ട് തുടങ്ങുന്നതായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ്റെ അർത്ഥം ഫുഡ് ഹിറ്റ് ആൻസൈറ്റി ഡിപ്രഷൻ എന്തോത്തിന് അടച്ചിരിക്കണേ വലിച്ചില്ലേ. അപ്പോൾ നമുക്കിനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. IMBയെ വിളിച്ചിട്ട് വരാം. IMBയാണ് ഇപ്പോൾ ചിരിച്ചത്, നിങ്ങൾക്കറിയാമെങ്കിൽ അതാണ് അവൻ്റെ ചിരി. അപ്പോൾ ഇവൻ കോർഡിനേറ്റ്സ് ചാറ്റ് ഇട്ടിരിക്കുന്നു. എനിക്ക് കോർഡിനേറ്റ്സ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവനാണ് നമ്മുടെ സോറോയുടെ അർത്ഥം അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻ്റെ ഗൈസ്, നിങ്ങൾ ഇത്ര നേരം കുടിക്കുക 2 എപ്പിസോഡിലാണ് പറയുന്നത്. മര്യാദയ്ക്ക് നമ്മുടെ പട്ടികൾക്ക് ഡോഗിന് പേര് തരാൻ ഇത്ര മാസം കൊണ്ട് നോക്കുക. നിങ്ങൾ പേരൊട്ടും തരുന്നില്ല. നിങ്ങൾ തന്നെ പേരിടുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു രസമില്ല. നിങ്ങൾ ആക്റ്റീവ് ആണ്ട് എന്തുവാടേ. എന്നാൽ നമുക്ക് തുടങ്ങാം അഡ്വഞ്ചർ. ഫുഡ് അവൻ്റെ കയ്യിലുണ്ടെന്ന്. നമുക്ക് ബെഡ് എടുത്ത് ഇനി ഇച്ചിരി സാധനങ്ങളും കൂടെ ഒന്ന് എടുക്കണം. ഇച്ചിരി സ്റ്റേക്ക് ഉണ്ട്, മട്ടൺ ഉണ്ട്, ലാപ്പിസ് ലിജോലി അവിടെ വെക്കാം. ഇതിങ്ങോട്ട് വെക്കാം. ലാപ്പിസ് ലിജോലി എന്തുവായിരുന്നു അതിന് പേര്? ലാപ്പിസ് ലിസോളി. എന്തെങ്കിലും ആവട്ടെ. ലൂപ്പിസ് ലാപ്പു ഷക്കി ഷുക്കി നക്കി നിക്കി ഡിക്കി ചിക്കി എന്തെങ്കിലും ആവട്ടെ അതിന് പേര്. നമ്മളെല്ലാം ഉണ്ടാക്കിയല്ലേ ഇത്. എൻ്റെ മോഞ്ചെങ്കിലും ഉണ്ടാക്കിയേ. മുഞ്ചക്ക. നമുക്കൊരു ലീഡ് എടുത്തേക്കാം. പോണ വഴിക്കില്ല ഒരു ഫോക്സിനെ അങ്ങ് തൂക്കാനല്ല കെട്ടി നമുക്ക് നല്ല പാല് പിളിച്ച് നമ്മുടെ പട്ടിക്കുട്ടി കാണിക്കണം അല്ലേ? യെസ്. നമുക്ക് നമ്മുടെ അഡ്വഞ്ചർ തുടങ്ങാം. ഇനി എന്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കണം? ഞാൻ ഓം ക്രീം കുത്തിച്ചതാ ഒരു സോഡ ഉണ്ടാക്കാണ്. നിങ്ങൾ പൊട്ടന്മാരെ, നിങ്ങൾ സോഡ ഉണ്ടാക്കാണ്. നിങ്ങളെന്തോ വിചാരിച്ചേ ഞാൻ ഉണ്ടാക്കാൻ പോണേ സ്പൂൺ. മൈൻക്രാഫ്റ്റ് ആയപ്പോൾ സ്പൂൺ വന്ന് അല്ലെങ്കിൽ വന്നു. മനസ്സിലായി. പാർട്ട് 1 ഞാൻ ഉണ്ടാക്കിയ വുഡൻ സ്പൂണല്ലേ ഇത് ഷവലല്ലേ അത്? ആ സ്പൂണല്ലേ ചോദിക്കുന്നത്. അത് ഞാൻ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്, പേടിക്കണ്ട. അത് ഞാൻ അതറായിട്ട് വെച്ച് മിസ്റ്റേക്ക് ഉണ്ടാക്കിക്കോളാം. അത് ഇനി അത് വായിച്ച് നമുക്കിന്ന്. അപ്പം ഗൈസ് നമുക്കിന്ന് നല്ലപോലെ വഞ്ചി കളിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് ചെയ്യാൻ പോവാണ്. ഇതെന്തോ കൊണ്ടുപോകാം ഗൈസ്. ഐഡി ഒന്നുമില്ല മക്കളെ. ഞാനിന്ന് ഇവിടെ നിന്ന് ഇച്ചിരി കുടിക്കുക കഴിഞ്ഞാൽ നുക്കൂൻ്റെ അർത്ഥം വെള്ളം. ഡുക്ക് വെള്ളം. അയ്യമ്മോഴി ശരി വെച്ചരാം. എങ്ങനെ മനസ്സിലായി? എന്നാ ബമ്പർ അടിച്ച് നിങ്ങൾ. കൺഗ്രാച്ചുലേഷൻ. അപ്പം കഴിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പോരാ. ടുക്കിൻ്റെ അർത്ഥം സത്യത്തിൽ വെള്ളമാണ്. നിങ്ങളെന്തോ വിചാരിക്കുക? നിങ്ങൾക്ക് സത്യം പറ. തലയിൽ എന്തോ നിങ്ങൾ എടാ ഇവൻ എന്തോടെ വഴി കാണി എല്ലാ ഷീപ്പിനെ ഇവൻ കൊന്നിട്ടേ ഉള്ളൂ. എന്ത് സ്റ്റോക്കിങ് ആടി. എന്തെങ്കിലും അപ്പം കഴിച്ച് നമ്മുടെ അഡ്വഞ്ചർ തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു സൂപ്പർ സാധനം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണും. അപ്പോഴത്തേക്ക് ബൈ. സൂപ്പർ സാധനം എമറാൾഡ് കണ്ടുപിടിച്ച് എടാ പെട്ടെന്ന് അയൺ പിക്കാക്സ് വെച്ച് അതിങ്ങ് മൈൻഡ്. അയൺ പിക്കാക്സ് ഇല്ലല്ലോ. അതെന്താ ഇല്ലാത്ത? എന്താണ് ഇല്ലാത്ത? അതൊന്നും എനിക്കറിയത്തില്ല. എന്താടാ അറിഞ്ഞ? ഇച്ചിരി അറിഞ്ഞു വെച്ചൂടെ? വലുതമ്മ നീ IPS ആവണ്ടേ? എൻ്റെ കയ്യിൽ അയണില്ല, ഇറങ്ങി. പക്ഷെ ഇപ്പം നമ്മൾ ഇച്ചിരി റോയും വെച്ച് മെൽറ്റ് ചെയ്യാൻ മറന്നതാ. എന്തോ ഗൈസ് മറക്കല്ലേ ഇവൻ്റെ. അപ്പം ഇപ്പോൾ അഡ്വഞ്ചർ തുടങ്ങാം. പിന്നെ എന്തെങ്കിലും സൂപ്പർ കാണുവാണെങ്കിൽ കാണാം. അപ്പോഴത്തേക്ക് ബൈ. ഇന്ത്യ ഈസ് മൈ കൺട്രി. എന്ത് ഇവിടെ പ്ലഡ്ജ് പറയാണോന്ന് വന്നേ നമ്മൾ മര്യാദയ്ക്ക് വീഡിയോയിൽ. അപ്പം ഗൈസ് ഇന്ന് സൂപ്പർ സാധനം കൊണ്ട് വെച്ചാൽ ഒരു നല്ല കേവായിരുന്നു. IMB നോക്കണം. സീൻ കേവ് ഈ സോംബികൾ വരണം. അയ്യോ സോംബികൾ ആത്മഹത്യ ചെയ്യുന്നു. ഗൈസ് നിങ്ങളെല്ലാവരും കോമൻസിൽ സല്യൂട്ട് ഇമോജി ഇട്ടിരിക്കുക.
റെസ്പെക്ട് ഫോർ ദ സോംബീസ്. അത്രേ ഉള്ളൂ. ആ സീനങ്ങ് കേവല്ലായിരുന്നു ഗൈസ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി തിരിച്ച് ഒരു സീൻസാണ് കണ്ടുപിടിക്കാൻ കാണാം. കൊച്ചാൾക്ക് എങ്ങോട്ട് ഓടണം, എങ്ങോട്ട് വാടാ, എങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് വാടാ, ലീഡിൽ കയറ്, പിടിച്ച് മാറി ഇവിടുന്ന്. ഷടാ ഓടി മാറിക്കാ, ബെറി എടുക്കാതെ അമ്മനെ ഞാൻ പിടിക്കട്ടെ പോയി. ഇങ്ങോട്ട് വാടാ ഫോക്സി. എടാ ലീഡ് ചെയ്യാൻ പറ്റത്തില്ലേ ഇതിന്? ലീഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. എനിക്കെന്താ ലീഡ് ചെയ്യാൻ പറ്റാത്ത? അയ്യോ പാവത്തിനെ അടിച്ചു. ഞാൻ ബിസ്ക്കറ്റ് തരാം അണങ്ങിയിരിക്കും അവിടെ. പാലേജിക്ക് ഓറിയോ എന്തെങ്കിലും ഉണ്ട്. ഇങ്ങോട്ട് വാ ഇനി. ലീഡ് കാണിച്ചു, അപ്പം ലീഡ് ചെയ്യാം. ഇങ്ങോട്ട് വാടെ ബെറി. കിട്ടി പാ. ഇങ്ങോട്ട് വാ ടോമി. ഇവൻ്റെ പേര് ഞാൻ ടോമിന്ന് ഇടുക. പേര് ഞങ്ങൾ ഇവനെ ഒരിക്കലും കൊല്ലത്ത് ഞങ്ങൾ സ്നേഹിച്ച് അവനെ കൊല്ലും. അപ്പം ഇനി നമ്മൾ പിന്നെ ഒരു സീൻസ് ആളും കണ്ടുപിടിച്ചിട്ട് വരാം. നമ്മൾ പ്ലെയിൻസ് ഭയം കണ്ടുപിടിച്ചിരിക്കുന്ന സീം പ്ലെയിൻസ് ഇവിടെയായിരുന്നു വീടുണ്ടാകും. പക്ഷെ നമ്മുടെ കൂടെ എന്തോ സംഭവിക്കാൻ അറിയാമല്ലോ. നമുക്ക് ഒരിക്കലും നല്ല ലാൻഡ്സ്കേപ്പ് കാണിച്ച് തരത്തില്ലല്ലോ വീടുണ്ടാക്കാൻ. ഇവിടെ പോലെ എൻ്റെ വീടായിരുന്നു, അത് 5 സ്റ്റാർ ഹോട്ടലിനും ഒരു സമ്മതിക്കത്തില്ലായിരുന്നു. 1 സ്റ്റാർ പോലെ എടുക്കത്തില്ലായിരുന്നു എൻ്റെ വീട്. പിന്നെ ഇവിടെ ഹട്ടല്ലേ, ഇവിടെ ഏതെങ്കിലും പാവപ്പെട്ടവൻ എടുക്കും. എൻ്റെ ഇതിൽ ആരെടുക്കാം? മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പുള്ളി കൊണ്ട് ഇതില്ല എനിക്ക്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ പോലീസാണ്. പിന്നെ കാണാം ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് കാണാം. റൂൺ ബോട്ടിൽ കിട്ടി സന്തോഷിക്കുക. ഡാൻസ് അടിച്ച റൂട്ട് കാണിക്കട്ടെ എനിക്ക്. പണ്ണാൻ ജസ്റ്റ് ലീഡ് നമ്മുടെ ഫോക്സ് എവിടെ? ലീഡ് പൊട്ടിച്ചാൽ ഓടി. എൻ്റെ കയ്യിൽ ലീഡില്ലല്ലോ. പക്ഷേ എങ്ങോട്ട് പറഞ്ഞ ലീഡ് എങ്ങനെ പോയി നോക്കട്ടെ ഒന്നോടി. ലീഡ് എവിടെ പോയി? ഫോക്സിൻ്റെ വായിലിരിക്കുവാടാ. ഫോക്സി ടോമി എൻ്റെ ലീഡ് തിരിച്ച് തന്നിട്ട് നീ പോടാ പ്ലീസ്. അത് തന്നിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്യത്തില്ല. എനിക്ക് റോട്ടം ഫ്ലഷ് വായ വെച്ചിട്ട് എനിക്ക് ആകുന്നുണ്ടാ. പ്ലീസ് താ ഇങ്ങോട്ടൊന്ന് താടാ. അത് എനിക്ക് ഒട്ടും ചോയ്സില്ല. അതെനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല. നീ നിന്നില്ലെങ്കിൽ നിന്നെ എന്ന് വെട്ടും. താലവാട കോഴിയെ പിടിച്ച് കളിക്കാൻ. ഇങ്ങോട്ട് വാടാ. എനിക്ക് സെക്കൻഡ് ചോയ്സ് ഉപയോഗിക്കാനുണ്ട്. എനിക്ക് എൻ്റെ ആ ചോയ്സ് ഉപയോഗിക്കാൻ അത് കൊള്ളത്തില്ല. മര്യാദയ്ക്ക് ലീഡ്. ടോമി ഇവനനുസരിക്കത്തില്ലാടാ. പ്ലാൻ ബി കൊല്ലാം. നമ്മൾ പറഞ്ഞായിരിക്കും ഇവനെ നമ്മൾ കൊല്ലത്തില്ല എന്ന്. പക്ഷേ വന്നിരിക്കുക നമ്മുടെ ഇത്. ഇവൻ്റെ കയ്യിന് വാണ്ടറിൻ്റെ ഇത് എടുത്തുകൊണ്ട് പോയി. ഇവന് ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ. ഇവനെ അങ്ങ് തീർക്കാം. ചുമ്മ എന്നെ കടിക്കുന്നു. ഇവനായിരുന്നു ഇങ്ങോട്ട് കൊന്നിരിക്കുന്നു. അങ്ങനെ നമ്മളവനെ കൊന്നിരിക്കുന്നു. എൻ്റെ ലീഡ് എവിടെയാടാ? എം ബി ലീഡ് എവിടെ കളഞ്ഞടാ? ലീഡ് എവിടെയാടാ? ഞാൻ തന്ന്. എവിടെ തന്നടാ പന്നവനെ? എവിടെ? ഞാൻ തന്നു. എവിടെ? റോട്ടൻ ഫ്ലഷ് ആണോ? തറയെ നോക്കുന്ന ഒന്നും കിട്ടുന്നില്ല. അത് കണ്ണില്ലാത്തോണ്ട. എടാ മോനെ നിന്റെ ഇതിൻ്റെ പേരാണ് എന്തോ ലാംഗ്വേജ് ആയിരുന്നടാ? ഇറ്റാലിയൻ നോ ഷിറ്റ് ലാംഗ്വേജ്. ഗൈസ് റോട്ടൻ ഫ്ലഷ് കഴിച്ചുകൊണ്ട് പോയിസണായി അണങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ വയറ് ഗുഡു പറയും. അപ്പോൾ ഇനി അടുത്ത സീൻസാണ് കണ്ടുപിടിക്കുമ്പോൾ കാണാം. അപ്പോൾ ഒരു സീൻസാണ് ഈ മൗണ്ട് എവറസ്റ്റ് തിരിച്ചു ഇട്ടിരിക്കുന്നു. അയ്യമ്മ വാടാ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാം. മണ്ടയ്ക്ക് കയറിയിട്ട് ഞങ്ങൾ വേറൊരു സ്പെഷ്യൽ സാധനം കാണിക്കാം. അപ്പോഴത്തേക്ക് മണ്ടയിൽ കയറാം. കോപ്പിറൈറ്റ് സ്ട്രൈക്കുന്നു. ബിൽഡിംഗ് ഞെക്കുന്നു. ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് ഞാൻ മൗണ്ട് എവറസ്റ്റ് കയറുന്നു. ഞാനാണ് അയ്യമ്പി തട്ടി. ഞാനാണ് വൈബർ പ്ലേസ് അയ്യമ്പി ടിച്ചക്ക് ഡുണ്ടു. മൗണ്ട് എവറസ്റ്റ് അങ്ങനെ കയറിയിരിക്കുന്നു ഗൈസ്. നമ്മൾ പാവം ഷിപ്പി
ഇത് നല്ല ഫ്ലവറിട്ടാ. നമുക്ക് അങ്ങനെ രണ്ടുപേരും ഫേവറേറ്റ് കളറിൻ്റെ ഫ്ലവേഴ്സ് ആണല്ലോ ഗായ്സ്. അപ്പം മൗണ്ട് എവറസ്റ്റ് കയറി ഇനി താഴെ പോകണം. അപ്പം ഇനി സ്പെഷ്യൽ കാണുമ്പോൾ കാണാം നിങ്ങൾ. ഗായ്സ് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഞങ്ങൾ വിചാരിച്ചു ഇതങ്ങ് കാണിക്കാം. പിന്നെ ഞാൻ ഒരു പുതിയ ഫൺ ഫാക്റ്റ് കഴിച്ചു. ഞാൻ ഈ റോട്ടൻ ഫ്ലഷ് കഴിച്ചപ്പോൾ ഓടുമ്പോൾ ഇല്ലേ എൻ്റെ ഹങ്കർ ബാർ അത്ര കുറയുന്നത്, പക്ഷെ നിൽക്കുമ്പോൾ നല്ല കുറയുന്നുണ്ട്. അപ്പം ഇനി തൊട്ട് നമ്മൾ ഓടുക ഇവിടുന്ന്. ടിച്ചക്കൊട്ടിനാനോ നനീനോ 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 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിന്നോ ഇവിടെ നിന്ന് ചാടിക്കയറി നീഞ്ച ഗൈസിന് റോട്ടൻ ഫ്ലഷ് കളിച്ചിട്ടില്ലേ, കണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചെറുനെ മോനുണ്ട് ഗസ്. ഇവനെ കൊന്നിട്ട് നമുക്ക് ഫുഡ് ഒപ്പിക്കാം. താഴെ കിടന്നുണ്ട് എൻ്റെ റോട്ടൻ ഫ്ലഷിങ് ചാവും. അല്ലല്ല ഗസ്, ഇതാണ് ബുദ്ധിപരമായിട്ട് കളിക്കാൻ പറയാം. ഇതിങ്ങനെ കഴിക്കണം. കണ്ടോ, ഇങ്ങനെ കഴിച്ചിട്ട് ഈ ഹങ്കർ പെട്ടെന്ന് പോവും. നമ്മുടെ ഇതും ഫുള്ളായിരിക്കും. ഇപ്പം ഇത് കണ്ടു, ഇത് ഇപ്പം കഴിച്ച് ഞാൻ തീർന്നു കാണാനെ പൊട്ടണം. പക്ഷേ ഇതിൽ ഒരു സെക്കൻഡ് ആകുമ്പോൾ നമുക്കിത് കഴിക്കണം. അപ്പോഴെല്ലാം മോനെ സീനായി സംഭവിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രോട്ടീൻ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ ഫൺ ഫാക്ട്സ് വേണമെങ്കിൽ. അപ്പം ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയുള്ളൂ. നമുക്ക് പിന്നെ കാണാം. സീ യു ഗൈസ്. പിന്നെ എപ്പിസോഡ് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സോറി, പീസ് ഔട്ട്.